നമസ്കാരം. സമാധാന നൊബേൽ കിട്ടിയില്ലെങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇസ്രയേലികളുടെ ഹീറോ. ഗസ സമാധാന ഉടമ്പടി യാഥാർത്ഥ്യമാക്കിയ ട്രംപിന് രാജകീയ വരവേൽപ്പാണ് ഇസ്രയേലിൽ കിട്ടിയത്. ചുവപ്പ് പരവതാനി വിരിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഉറ്റ സുഹൃത്തെന്നാണ് നെതന്യാഹു ട്രംപിനെ വിശേഷിപ്പിക്കാറുള്ളത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12ഓടെ ടെൽ അവീവ് വിമാനത്താവളത്തിലെത്തിയ US പ്രസിഡന്റിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്വീകരിക്കുകയായിരുന്നു. ഹമാസ് 20 ബന്ദികളെ മോചിപ്പിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഇസ്രായേൽ സന്ദർശനം. താങ്ക് യു ട്രംപ് എന്ന ബാനർ ഉയർത്തിയാണ് ഇസ്രായേൽ അദ്ദേഹത്തിന് സ്വാഗതമോദിയത്. ഇസ്രായേലിലെ ഏറ്റവും പരമോന്നത ബഹുമതി ഈ വർഷം അവസാനം ട്രംപിന് സമ്മാനിക്കുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പറഞ്ഞു. ട്രംപ് നെതന്യാഹുവിനൊപ്പം നെസറ്റിൽ എത്തി സന്ദർശക പുസ്തകത്തിലും ഒപ്പുവെച്ചിരുന്നു. ചുവന്ന തൊപ്പി ധരിച്ചാണ് പാർലമെന്റ് അംഗങ്ങൾ ട്രംപിന്റെ പ്രസംഗം കേൾക്കാനെത്തിയത്. തൊപ്പിയിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പകരം ട്രംപ് ദി പീസ് പ്രസിഡന്റ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത് എനിക്ക് വലിയ ബഹുമതിയാണ്, ഒരു മഹത്തായതും മനോഹരമായ ദിവസം, ഒരു പുതിയ തുടക്കമെന്ന് ട്രംപ് നെസറ്റിൽ അതിഥി പുസ്തകത്തിൽ കുറിച്ചു. നെതന്യാഹു അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ടു. ഗസ സമാധാന ചർച്ചകൾക്കായി ട്രംപ് പിന്നീട് ഈജിപ്തിലേക്ക് തിരിക്കും. ഇതിനിടെ ഹമാസ് മോചിപ്പിച്ച 20 ഇസ്രായേലികൾ രാജ്യത്ത് തിരിച്ചെത്തിയിരുന്നു. റെയിം സൈനിക താവളത്തിലെത്തിച്ച ഇവരെ റെഡ് ക്രോസ് അധികൃതർ ഇസ്രായേൽ സൈന്യത്തിന് കൈമാറി. വൈദ്യ പരിശോധനകൾക്ക് ശേഷം ഇവരെ ടെൽ അവീവിലുള്ള ബന്ധുക്കളുടെ അടുത്തെത്തിക്കും. ആദ്യ സംഘത്തിൽ 22 വയസ്സുള്ള മാത്തൻ അഗ്രസ്റ്റ്, 28 വയസ്സുള്ള ഇരട്ട സഹോദരങ്ങളായ ഗാലി ഷിവി ബർമാൻ, 24 വയസ്സുള്ള അലോൺ ഒഹേൽ, 25 വയസ്സുള്ള ഐതാൻ മോർ, 24 വയസ്സുള്ള ഗൈ ഗിൽബോവ ദലാൽ, 48 വയസ്സുള്ള ഔംരി മിറാൻ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ റെഡ് ക്രോസ് വഴി ഗാസയ്ക്ക് സമീപമുള്ള റെയിം സൈനിക താവളത്തിലെത്തിച്ച് കുടുംബങ്ങൾക്ക് കൈമാറുകയായിരുന്നു. 2 വർഷത്തിലേറെയുള്ള തടവറ ജീവിതത്തിന് ശേഷം 13 ബന്ദികൾ കൂടി ഇസ്രായേലിൽ തിരിച്ചെത്തി. രണ്ടാമതായി എത്തിയ സംഘത്തിൽ 25 വയസ്സുള്ള മാത്തൻ സംഗൌക്കർ, 21 വയസ്സുള്ള നിമ്രോഡ് കോഹൻ, 28 വയസ്സുള്ള ഏരിയൽ കുനിയോ, 35 വയസ്സുള്ള ഡേവിഡ് കുനിയോ, 24 വയസ്സുള്ള എവിയദാർ ഡേവിഡ്, 25 വയസ്സുള്ള യോസെഫ് ചൈം ഒഹാന, 36 വയസ്സുള്ള എൽഖാന ബൊഹ്ബോഡ്, 38 വയസ്സുള്ള അവിനാഥൻ ഔർ, 23 വയസ്സുള്ള ബാർ കുബേസ്റ്റെയിൻ, 27 വയസ്സുള്ള സെഗേവ് കാർഫോൺ, 21 വയസ്സുള്ള റോം ബ്രോസ്ലാവ്കി, 38 വയസ്സുള്ള ഐതാൻ ഹോൺ, 37 വയസ്സുള്ള മാക്സിം ഹെർക്കിൻ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഗാസയിൽ 738 ദിവസത്തെ നരകതുല്യമായ തടവിന് ശേഷം ഹമാസ് മോചിപ്പിച്ച ആദ്യത്തെ 7 ഇസ്രായേലി ബന്ദികൾ പരസ്പരം ആലിംഗനം ചെയ്യുന്ന സന്തോഷം പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ആദ്യം കൈമാറിയവരെ ഗാസയ്ക്കടുത്തുള്ള റെയിമിലെ സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ചാണ് അവർ കുടുംബാംഗങ്ങളെ കണ്ടുമുട്ടിയത്. തെക്കൻ ഗാസ മുൻപിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇവരെ റെഡ് ക്രോസിന് കൈമാറിയതും. ബന്ദികൾക്കായി ടെൽ അവീവിൽ വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. മരിച്ച 28 ബന്ദികളുടെ മൃതദേഹങ്ങൾ പിന്നീട് കൈമാറുമെന്ന് ഹമാസ് വെളിപ്പെടുത്തി. 2 വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലും ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഭാഗമായിട്ടാണ് ചരിത്രപരമായ ഈ കൈമാറ്റം നടന്നത്.